കൊല്ലം, തെങ്കാശി, തിരുനെൽവേലി ആ ഒരു റൂട്ടിലുള്ള ഒരു ടിയാഗോ ഇവിയുടെ യാത്ര, അതുപോലെ തന്നെ ആ ഒരു റൂട്ടിലുള്ള ചാർജ് സ്റ്റേഷൻ്റെ ഒരു ഡീറ്റെയിലാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലത്തുനിന്ന് തിരുനെൽവേലി പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം 150+ കിലോമീറ്റർ ആയിരുന്നു ഓൺ സൈഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു 330 കിലോമീറ്റർ ഓടിയ ഒരു യാത്ര ഡീറ്റെയിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നോർമലി നമുക്ക് ടിയാഗോ ഇവിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് 200 ആ ഒരു റേഞ്ചൊക്കെയാണ്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ചൂടൊക്കെ ഉള്ളതുകൊണ്ടാണെന്നും അറിയത്തില്ല, നമുക്കൊരു 160 180 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു നമുക്ക് റേഞ്ച് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 150 കിലോമീറ്റർ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചാർജ് വേണ്ടി വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പോകുന്നത് പുനലൂർ തെങ്കാശി റൂട്ടിലായതുകൊണ്ട് തന്നെ ഈ പറയുന്ന തെന്മല റൂട്ടിലൊക്കെ നമുക്ക് ഹൈ റേഞ്ച് ആയതുകൊണ്ട് കൂടുതൽ ചാർജ് എടുക്കുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തെങ്കാശിയിലൊക്കെ വേറെ ചാർജിങ് സ്റ്റേഷൻ ഇതിൻ്റെ ഇടയ്ക്ക് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ 18% നമുക്ക് ഏകദേശം 32.6 കിലോമീറ്ററാണ് ഓടാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഏകദേശം 129ഓളം kW/h നമുക്ക് വേണ്ടി വന്നു. നോർമലി നമ്മളൊരു 100 ആ ഒരു റേഞ്ചിൽ നിർത്തണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നീട് നമുക്ക് ഏകദേശം 127 132 കിലോവാട്ടിലോട്ടൊക്കെ പോയി. അതായത് 1% നമുക്ക് 2 കിലോമീറ്ററിനകത്ത് മാത്രമാണ് വന്നത്. അതിനകത്ത് നമ്മുടെ തെന്മലുള്ള ഹൈ റേഞ്ച് ഏരിയ ഒക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് കയറ്റം ഉള്ളതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ലാത്തൊരു രീതി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വണ്ടിക്കകത്ത് ഒരു ടയറിൽ കാറ്റ് കുറവായിരുന്നു. അതുകൊണ്ടും കൂടെയാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോൾ നമ്മളുടെ ഏകദേശം തെന്മല ബോർഡർ കടന്നപ്പോഴത്തേക്ക് നമുക്ക് 53% ആയിരുന്നു ചാർജ് ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ 47% ചാർജിൽ നമ്മൾ 80 കിലോമീറ്ററായിരുന്നു ഡ്രൈവ് ചെയ്തത്. അപ്പോൾ നോർമലി നമുക്ക് ഈ ഒരു 47%-ൽ 94 കിലോമീറ്ററൊക്കെ കിട്ടേണ്ടതാണ്. ഇത് ഹൈ റേഞ്ച് ആയതുകൊണ്ട് നമ്മുടെ ടയറിൽ കുറച്ച് കാറ്റ് കുറവായതുകൊണ്ടുമാണ് നമുക്ക് ആ ഒരു റേഞ്ച് കുറച്ച് കുറഞ്ഞത്. പിന്നെ നമ്മൾ പോയത് രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. ലാസ്റ്റ് നമ്മുടെ തെന്മല കഴിഞ്ഞിട്ട് തമിഴ്നാട് എൻ്റർ ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു എസ് വളവിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്തായിട്ട് റൺ ചെയ്ത് പോയി. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഉള്ള ഒരു നമ്മുടെ റേഞ്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ തെന്മലയൊക്കെ പോവുകയാണെങ്കിൽ ആ ഒരു റൂട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അപ്രോക്സിമേറ്റ് 1%-ൽ ഒരു 1.5 കിലോമീറ്റർ ടു 2 കിലോമീറ്റർ ആയിരിക്കും 1%-ൽ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എനർജി കൺസ്യൂം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് തമിഴ്നാട് ബോർഡർ കടക്കുന്നത് വരെ നമുക്ക് കിട്ടിയ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചധികം റേഞ്ച് കൂടുതൽ കിട്ടി. കാര്യം കുറച്ച് സ്ട്രെയിറ്റ് റോഡായിരുന്നു, അതുപോലെ തന്നെ ഈ പറയുന്ന നല്ല റോഡൊക്കെ ആയിരുന്നു. സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ നല്ല റേഞ്ച് കിട്ടുമെന്നുള്ളതുകൊണ്ട് ഓൺ ദ വെയിലുള്ള ചാർജ് സ്റ്റേഷനിൽ നമ്മൾ ചാർജ് ചെയ്തില്ല. ചെങ്കോട്ടിൽ നമുക്ക് BPCLൻ്റെ ഒരു ചാർജ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു പെട്രോൾ പമ്പിലുള്ള ചാർജ് സ്റ്റേഷനിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചാർജ് ചെയ്തില്ല. നമ്മൾ സ്ട്രെയിറ്റ് പോയി നമ്മൾ തെങ്കാശിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും നമ്മൾ തിരുനെൽവേലിക്ക് പോകുമായിരുന്നു. അപ്പോൾ ഓൺ ദ വേയിൽ നമുക്ക് തെങ്കാശിയിൽ ഈ പറയുന്ന ഒരു ചാർജ് സ്റ്റേഷൻ കൂടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇതാണ് തെങ്കാശിയിലുള്ള ചാർജ് സ്റ്റേഷൻ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്നും ചാർജ് ചെയ്യാമായിരുന്നു. സംഘ് ഫോർ EV എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ചാർജ് സ്റ്റേഷൻ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ പോകുന്നതിൻ്റെ തലേദിവസം ഈ ഒരു ചാർജിങ് ആപ്ലിക്കേഷൻ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ചാർജിങ് ആപ്ലിക്കേഷൻ അതായത് ചാർജർ കംപ്ലൈൻ്റ് എന്നാണ് കാണിച്ചത്, ഫോൾട്ടഡ് എന്നാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ള ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ചെങ്കോട്ട തെങ്കാശി ഏരിയയിലൊക്കെ നല്ല ബ്ലോക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് കുറച്ച് കുറവ് തന്നെയായിരുന്നു. ഏകദേശം 176 127 ഒക്കെ തന്നെയായിരുന്നു നമ്മുടെ kW/h എന്ന് പറയുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല സ്ട്രെയിറ്റ് റോഡായിരുന്നു കിട്ടിയത്. അപ്പോൾ ഈ ഒരു റോഡ് നമ്മുടെ തെങ്കാശി ടു തിരുനെൽവേലി റോഡിൽ നമുക്ക് നല്ല രീതിയിൽ റേഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 127 kW/h എന്ന് പറയുന്നത് കുറഞ്ഞ ഏകദേശം 110 ആ ഒരു റേഞ്ച് വരെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പലരും നമ്മളുടെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് സ്പോർട്സ് മോഡ് ഇട്ട് ഓടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ റേഞ്ച് കിട്ടുമെന്ന്. അപ്പോൾ സ്പോർട്സ് മോഡ് ഇട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റേഞ്ച് കിട്ടത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പോർട്സ് മോഡ് ഇട്ടിട്ട് ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കണം. അതായത് നമ്മൾ ആ ഒരു സ്പീഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എനർജി എടുക്കുന്നത് ഒരു 3 പോയിൻറ്റിന് മുകളിൽ വരാത്ത രീതിയിൽ. ഇപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് റോഡൊക്കെ ആണെങ്കിൽ നമ്മൾ ആക്സിലറേറ്റർ ഒരുപാട് കൊടുത്ത് വീണ്ടും ബ്രേക്ക് ചെയ്തു വീണ്ടും കൊടുത്ത് അങ്ങനെ പോവാതെ നമ്മൾ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 70-ലോ 80-ലോ 100-ലോ ആണെങ്കിലും ഇപ്പം, പക്ഷേ ആ ഒരു 100 എന്ന് പറയുന്ന സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളുടെ അധികം എനർജി എടുക്കത്തില്ല. പിന്നെ ഈ പറഞ്ഞ നമുക്കിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്ക് ഇതുപോലെ ബ്രേക്ക് ഔട്ടുന്ന സമയങ്ങളിൽ നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റേഞ്ച് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ആദ്യം നമ്മളുടെ ടയറിൽ കുറച്ച് എയർ കുറവായിരുന്നു, അതും കൂടെ ഫില്ല് ചെയ്തു. അതുകൊണ്ടൊക്കെയാണ് ഈ പറയുന്ന 125 അല്ലെങ്കിൽ 130 എന്നൊക്കെ പറയുന്ന കിലോവാട്ട് നമുക്ക് തിരുനെൽവേലി എത്തിയപ്പോഴത്തേക്ക് നമുക്ക് കുറഞ്ഞ ഏകദേശം 110 ആയത്. അപ്പോൾ നിങ്ങൾ ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. പക്ഷേ 25% താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്സ് മോഡ് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങനൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മൾ അങ്ങ് എത്തുന്നതിന് മുന്നേ വണ്ടി 25% താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദൂരം ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം നമ്മൾ ഡ്രൈവ് മോഡിലാണ് പോയത്. കാര്യം ആ ഒരു ടൈമിൽ നമ്മൾ
സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞാലും ആ ഒരു പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. പലപ്പോഴും നമ്മളുടെ സ്ക്രീനിൽ ഗിയർ ഷിഫ്റ്റ് ഡിനൈഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത്, ഈ പറയുന്ന കണക്ക് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ലാസ്റ്റ് മിനിറ്റ് ചാർജ് ചെയ്യാതെ അതിന് കുറച്ച് മുന്നേ ചാർജ് ചെയ്താൽ ബെറ്ററാന്നുള്ള കാര്യം. നമുക്കിപ്പോൾ എന്തായാലും 150 കിലോമീറ്ററിനുള്ളിൽ തിരുനെൽവേലി എത്തുമെന്നുള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. നിങ്ങളിപ്പം കുറച്ചുകൂടെ ദൂരെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഏകദേശം ഒരു 30% വണ്ടിയിൽ ചാർജ് വരുന്ന സമയത്ത് നിങ്ങൾ ചാർജ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്പോർട്സ് മോഡ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സ്പോർട്സ് മോഡ് ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടുമെന്നുള്ളത് നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ഓടിച്ചിട്ട് നിങ്ങൾക്ക് റേഞ്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷനോട് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം കൺഫേം ചെയ്യാമായിരുന്നു. നമ്മളുടെ എക്സ്പീരിയൻസിൽ നമുക്ക് ഈ പറയുന്ന കണക്ക് സ്പോർട്സ് മോഡ് ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം റേഞ്ച് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കുള്ള ടൈമിലല്ല, ആ ഒരു ടൈമിൽ നമ്മൾ ഈ പറയുന്ന കണക്ക് ആക്സിലറേഷൻ കുറച്ച് കൂടുതലായിട്ട് എടുക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു എഫക്റ്റ് നമുക്ക് അധികം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഏകദേശം 17% ചാർജിൽ നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 159-160 കിലോമീറ്ററോളായിരുന്നു നമുക്ക് ഓൺ സൈഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ തിരുനെൽവേലി നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമുക്ക് 2-3 ചാർജേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്നത് ഹൈഫൈ എന്ന് പറയുന്ന ഒരു വെജ് റെസ്റ്റോറൻറ്റിലുള്ള ഒരു ചാർജ് സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവിടെ ട്രൂ പവർ എന്ന് പറഞ്ഞൊരു ചാർജിങ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാർജിങ് ആപ്ലിക്കേഷൻ്റെ ചാർജ് സ്റ്റേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം. കാര്യം അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. തിരുനെൽവേലിയിൽ വണ്ണാർപ്പട്ട എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷനിലാണ് നമുക്ക് 3 ചാർജ് സ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരെണ്ണം നമ്മളിപ്പോൾ കണ്ട ഹൈഫൈ എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് കൂട്ടത്തിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടാറ്റയുടെ ഷോറൂമിൽ നമുക്ക് ടാറ്റ പവറിൻ്റെ ചാർജ് സ്റ്റേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് GRT ഹോട്ടൽസ് എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷനിൽ തന്നെയുള്ള ഒരു ഹോട്ടലാണ്. അവിടെ നമുക്ക് സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നാടോടി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അത് പക്ഷേ കുറച്ചുകൂടി ഒരു പ്രീമിയം ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ അവിടെയും പോയി ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം GRT എന്ന് പറയുന്ന ആ ഒരു ഹോട്ടലിൽ നമുക്ക് സിയോൻ്റെ ചാർജ് സ്റ്റേഷനാണ് അവൈലബിൾ. അപ്പോൾ ഇതാണ് അവരുടെ കോൺടാക്ട് നമ്പർ. വേണമെന്നുള്ള ആൾക്കാർ അവിടെ സ്റ്റേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവർ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബർ ആണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു റോസ് മിൽക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പം നിങ്ങളെല്ലാം കാരണമാണ് ആ ഒരു ഇത് കിട്ടിയത്. അതിന് നിങ്ങളുടെ താങ്ക്സ് നമ്മൾ പറയുന്നു. നിങ്ങൾ തന്ന സപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വീണ്ടും വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഇനി ആവശ്യമാണ്. അപ്പോൾ നമ്മൾ 100% ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടൈം എടുത്തിട്ടാണ് 100% ആയത്. കാര്യം 90 to 100 ചാർജ് ചെയ്യാനായിട്ട് കുറച്ചധികം ടൈം എടുത്തു. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മളുടെ ഒരു ഫ്രണ്ടായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. അപ്പോൾ ഏകദേശം ഈ പറയുന്ന കണക്ക് 1% 1.5 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് തിരിച്ച് വന്ന സമയത്ത് കിട്ടിയത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട് നമ്മുടെ EV ആയതുകൊണ്ട് തന്നെ ആ ഒരു ആക്സിലറേഷൻ നല്ല രീതിയിൽ കൊടുത്ത് കുറച്ചധികം ചാർജ് കൺസ്യൂം ചെയ്യുന്ന രീതിയിലായിരുന്നു ഓടിച്ചത്. തിരിച്ച് വന്നപ്പോഴത്തേക്ക് തെങ്കാശിയിലുള്ള സംഗൺ 4 EV എന്ന് പറഞ്ഞ ചാർജ് സ്റ്റേഷൻ്റെ ആ ഒരു ലൊക്കേഷൻ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയിൽ 58% ചാർജ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ നോക്കിയപ്പോഴത്തേക്ക് ചാർജ് സ്റ്റേഷൻ വർക്കിംഗ് ആയിരുന്നു. പക്ഷേ നമ്മുടെ വണ്ടിയിൽ നമുക്കിനി ഓടാനുള്ള അത്രത്തോളം ചാർജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ചാർജ് ചെയ്യാതെ പോയത്. അപ്പം നമുക്ക് പിന്നീട് തിരിച്ചു വന്ന വഴി ഈ 110 എന്ന് പറയുന്ന നമ്മുടെ AC കൂടിയിട്ട് ഏകദേശം 114-116 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്പീരിയൻസ് അല്ലാത്ത ആൾക്കാർ ഇതുപോലെ EV ഓടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം ചാർജ് കൺസ്യൂം ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. കാര്യം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കിട്ടുന്ന അതേ റേഞ്ച് ആയിരിക്കില്ല തിരിച്ചു വരുമ്പോൾ കിട്ടുന്നത്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ചെങ്കോട്ടയിലെ BPCLൻ്റെ ചാർജ് സ്റ്റേഷനിൽ ഒരു ടിയാഗോ EV ചാർജ് ചെയ്യാനിട്ടുണ്ടായിരുന്നു. കേരള വണ്ടിയായിരുന്നു ഇത്. പക്ഷേ പ്ലക്ഷ്യറിൽ ഈ ഒരു ചാർജ് സ്റ്റേഷന് ഭയങ്കര റേറ്റിംഗ് കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു BPCLൻ്റെ ചാർജ് സ്റ്റേഷനിൽ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം നമുക്ക് പലപ്പോഴും പ്ലക്ഷ്യർ മാത്രം ട്രസ്റ്റ് ചെയ്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ പോയ ആൾക്കാരുടെ ഒരു റിവ്യൂ ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് ഓടിച്ചത് കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു വന്ന സമയത്ത് നല്ല രീതിയിൽ ചാർജ് കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ വീടെത്തുന്നതിന് ഏകദേശം 10-20 കിലോമീറ്റർ മുന്നേ നമുക്ക് 14% ചാർജായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ ഓൺ ദ വേയിൽ ഒന്നുകൂടെ ഒന്ന് ചാർജ് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചാർജ് ചെയ്യാതെ തന്നെയാണ് തിരിച്ചു പോയത്. കാര്യം നമുക്ക് തെന്മല റൂട്ടിലൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നേരം AC ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് വന്നത്. കാര്യം നല്ല ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 330 കിലോമീറ്ററോളം ഓടി വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് 7% ചാർജ് ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയ അതേ ദൂരം തന്നെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ അങ്ങോട്ട്
പോയപ്പോഴത്തേക്ക് ഏകദേശം 17% നമ്മളുടെ വണ്ടിയിൽ ചാർജ് ബാക്കിയുണ്ടായിരുന്നു. അവിടുന്ന് 100% ചാർജ് ചെയ്ത് തിരിച്ച് നമ്മൾ വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 7% മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. അതും ഓൺ ദ വേയിൽ കുറേ നേരം നമ്മൾ AC ഒക്കെ ഓഫ് ചെയ്ത് ഓടിച്ചതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അല്ലാത്തൊരാൾ ഓടിച്ചതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് വന്ന സമയത്ത് അത്ര റേഞ്ച് കിട്ടാതെ ഓൺ ദ വേയിൽ നമ്മൾ ചാർജ് ചെയ്യേണ്ടതായിട്ട് വന്നേനെ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് ഓൺ ദ വേയിൽ എവിടെയൊക്കെ ചാർജ് സ്റ്റേഷൻ ഉണ്ടെന്നും നമ്മൾ പോകുന്ന ടെറൈൻ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. തമിഴ്നാട്ടിൽ നിന്ന് ചാർജ് ചെയ്യാൻ ഏകദേശം ഒരു യൂണിറ്റിന് 25 രൂപ പുറത്ത് നമുക്ക് ചാർജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാർജ് സ്റ്റേഷൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രിപ്പിൻ്റെ ഡീറ്റെയിൽ എന്തെങ്കിലും വേണമെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.